വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളോട് കാണിച്ച കരുണകൾക്കായി, കൃപകൾക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്, 20-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത്, എന്നാൽ മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പം മറിയ ആരാന്നുള്ളത് നമുക്കറിയാം. കൊച്ചു കുഞ്ഞിനെ ആണെങ്കിലും നമ്മൾ യേശുവിൻ്റെ അമ്മ ആരാ? മറിയ. യേശുവിൻ്റെ അപ്പൻ ആരാ? യോസഫ്. അങ്ങനെ നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ നമ്മളത് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പം എന്നാൽ മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് കല്ലറയ്ക്ക് ഉള്ളിലേക്ക് നോക്കി. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച അപ്പോൾ യേശുവിൻ്റെ ശരീരം കിടന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ, ഒരുവൻ തലയ്ക്കിലും ഒരുവൻ കാൽക്കിലുമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുവൻ തലയ്ക്കിലും ഒരുവൻ കാൽക്കിലുമായിട്ട് ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, അപ്പം ഈ ദൂതന്മാർ അവളോട്, സ്ത്രീയെ കണ്ടോ, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അപ്പം അവർ ദൂതന്മാർ ചോദിക്കുക, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ച് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ച് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നവൾ പറഞ്ഞു. എന്നവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞ് അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ, ഇത് ഇവരോട് പറഞ്ഞതിന് ശേഷം പിന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. കണ്ടോ? അത് യേശു ആണെന്ന് അവൾ അറിഞ്ഞില്ല. യേശു നിൽക്കുന്നത് കണ്ടു, പക്ഷേ യേശു ആണെന്ന് അവൾ അറിഞ്ഞില്ല. യേശു അവളോട്, അപ്പം യേശുവും അവളോട് പറയുന്നതാണ്. ദൂതന്മാർ അവളോട് സ്ത്രീയെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? കണ്ടോ? ആരെ തിരിയുന്നു? എന്തിനാണ് കരയുന്നത്? ആരെയാണ് തിരിയുന്നത് എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച അവൾ, യജമാനനെ നീ, അപ്പോൾ യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്താ? എന്നിട്ട് യേശു അവളോട്, ആദ്യം സ്ത്രീയെ എന്ന് വിളിച്ച് അടുത്ത് റിപ്പീറ്റ് ചെയ്ത് മറിയേ എന്ന് പറഞ്ഞു. കണ്ടാ? അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ, അപ്പോൾ എബ്രായ ഭാഷ എന്ന് പറഞ്ഞാൽ പഴയ ഭാഷ, റെബൂനി എന്ന് പറഞ്ഞ് അതിന് ഗുരു എന്നർത്ഥം. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, എന്നും ജീവിക്കുന്നു നീ. എന്താ? യേശു അവളോട്, എന്നെ തുടരുത്. യേശു മറിയോട് പറഞ്ഞു, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നെന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇപ്രകാരം തന്നോട് പറഞ്ഞുവെന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലടിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. ഉണ്ടോ? കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് അപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയും, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായിട്ട് അവരോട് നമ്മൾ കാത്തിരുന്ന് വേണം പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ. പരിശുദ്ധാത്മാ ശക്തി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആൾ മാറിയവർ പോലെ മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരുടെ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് തോമസിൻ്റെ സംശയം. എന്നാൽ യേശു വന്നപ്പോൾ 12 പേരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവരോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണികൾ കൊണ്ടുള്ള മുറിവുകൾ കാണുകയും ആണിപ്പഴുതുകൾ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈകിടുകയും ചെയ്തിട്ടില്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ്റെ വിശ്വാസം
8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെ അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടിച്ചിരുന്നുവെങ്കിലും യേശു വന്ന് നടുവിന്. അപ്പം ഇവർ വാതിലടിച്ചിരിക്കുമ്പോൾ പിന്നെ യേശു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി. അവൻ്റെ അവിശ്വാസത്തെ മാറ്റാനായിട്ട് ദൈവം നോക്കുന്നത്. പിന്നെ തോമസിനോട് പറയാ, ശിഷ്യനായ തോമസിനോട് പറയാ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടിക്കേ, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ, കണ്ടോ, അവനോട് പറയുന്നതാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞു. നമ്മൾ പല കാര്യങ്ങളും അവർക്ക് ഇത് ശരിയാകില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വസ്തത പോലെ നമ്മൾ പോകും. പക്ഷേങ്കിൽ അതിൽ ദൈവത്തോട് പറയുന്ന കാര്യം അത് വിശ്വാസത്തോടു കൂടി പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നറിയോ. ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കാൻ പാടില്ല. എൻ്റെ ദൈവമോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അപ്പോൾ തോമസിനോട് യേശു പറയും, നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, പക്ഷെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അത്ഭുതങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാരെ കാണുക ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ പറഞ്ഞ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന്. അപ്പം യേശു ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അതിനുശേഷം വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിത്യജീവനാണ്. ഈ ജീവൻ ഇത് ആത്മാവ്, ഇതിനുള്ളിൽ ആത്മാവാണ്. ഈ ആത്മാവിനെ മാത്രം മതി ദൈവത്തിന്. ഇതെല്ലാം ജഡമാണ്, ഇതൊക്കെ മണ്ണോട് മണ്ണ് ചേരുന്ന ഈ ആത്മാവിനെ നമ്മൾ നേടിയെടുക്കണം. അത് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കണം. അവിടെ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവിടെ കരച്ചിലൊന്നുമില്ല, എപ്പോഴും ഹാപ്പിനെസ്. അതായത് കർത്താവ് എപ്പോഴും സന്തോഷിക്കുക. കർത്താവ് സന്തോഷിക്കുന്നവരുടെ ഭാഷ ഏതാണ്? ലേലിയ, സ്തോത്രം. പിന്നെ അവർ കൈയടിച്ച് പാടിയൊക്കെ ആരാധിച്ച് ബലപ്പെടും. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഈ മെസ്സേജ് കേട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ വഹിച്ച് ഞാനും പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നമ്മളെ നിലനിർത്തട്ടെ. സ്തോത്രം. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.